സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റ് പ്രേക്ഷകരിലേക്ക് അത് പടം അടിപൊളി. ഓരോ നിമിഷവും നെട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ അതിലിരിക്കാൻ പറ്റില്ല. നമുക്ക് പടം മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയും നെട്ടിക്കൊണ്ടിരിക്കും. പേടിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. ശരിക്കും രാത്രി കാണാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പടം. പകലല്ല കാണട്ടെ. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും പടം. പ്രണവിന്റെ ഏറ്റവും ടോപ്പ് പടം. പ്രണവ് ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ടോപ്പ് പടം. പിന്നെ പ്രണവിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളി, വേറെ ഈ ഭൂതകാലത്തിന്റെ ഡയറക്ഷൻ ആണല്ലോ ഈ പടത്തിന്റെ. അപ്പൊ അതിലേക്കായി മികച്ചായിട്ട് ഭൂതകാലം, ഭ്രമയുഗം അതിന്റെയൊക്കെ ഡയറക്ടറാണ് ഇയാള്. ആ പുള്ളികളൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അടിപൊളിയല്ലാതെ ഒന്നും കിട്ടില്ല. പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കാം? എടുത്തു പറയേണ്ടത് പ്രണവിന്റെ മെയിനായിട്ട് പ്രണവിന്റെ ആ ക്യാരക്ടർ തന്നെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഹൊറർ നമ്മൾ ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണുന്നത്, മലയാള ഫിലിം വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മലയാളത്തിൽ ഇത്തരം ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു ഹൊറർ മൂവി എന്ന് കണ്ടുള്ള ഒരു ലെവലിലേക്കാണ് ഈ പടം പോയിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു ഹൊറർ മൂവി എന്നറിയില്ലേ, ആ ലെവലില് വേറെ ലെവലാണ്. മേക്കിംഗ് ഒക്കെ സൂപ്പർ. പടത്തിൽ എന്തെങ്കിലും സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സസ്പെൻസ് ആയിട്ടുണ്ട് അങ്ങനെ കാര്യമായിട്ട്. ഒരേ ത്രോട്ടിലാണ് പോകുന്നത്. പക്ഷെ പടം പറഞ്ഞു പ്രണവിന്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിരിക്കും പടം. നല്ല സൂപ്പറാ. പേടിച്ചു, ശരിക്കും മച്ചി ഈ പടം എങ്ങനെയുണ്ട്? പേടിച്ചോ? ശരിക്കും പേടിച്ചോ? പേടിച്ചില്ല. ചേട്ടാ ചേച്ചി എങ്ങനെയുണ്ട് പടം? നല്ല പടം. ഇഷ്ടപ്പെട്ടോ? കിടിലം പടം എല്ലാ മേഖലയിലും മികച്ചേക്കുന്ന നല്ലൊരു. പിന്നെ പ്രണവൊക്കെ കലക്കനായിട്ടുണ്ട്. പ്രണവിന്റെ ക്യാരക്ടറിന്റെ മുമ്പുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ബെറ്റർ കണ്ടുനോക്ക്. അടിപൊളി, ഒന്നും പറയാലോ. അടിപൊളി. രാഹുൽ സദാശിവൻ സ്ട്രൈക്സ് അഗൈൻ. ഇതിന് മേലെ ഒന്നുമില്ല. ഇത് വേറെ മൂടാട്ടോ, വേറെ മൂടാ. എല്ലാരും കാണണം. എന്താ പറയാ, കുറെ നാളോടി വൃത്തിക്ക് നമ്മളെ ഞെട്ടിച്ച ഒരു കിടിലൻ ഹൊറർ മൂവി. നൈസായിട്ടുണ്ട് പടം, നൈസായിട്ട് കേട്ടിട്ടുണ്ട്. പ്രണവക്കാരൻ്റെ അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ മേക്കിംഗ്. എല്ലാവരും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും വന്ന് കാണാം. ഇവിടെ അതൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ലെവൽ പടം, ഇത് വേറെ മൂഡ്. ഇതൊരു അടിപൊളി ഹൊറർ മൂവി. പ്രണവിന്റെ പടമൊക്കെ അടിപൊളിയാണ്. നമുക്ക് കഴിഞ്ഞ സിനിമ വെച്ച് അപേക്ഷിച്ച് നോക്കുന്നത് കുറച്ചും കൂടെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫ് എല്ലാം ഫുള്ള് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഫുൾ ത്രൂ ഔട്ട് ഹൊററായിപ്പോയി. അത് അത്രയും വേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കഥ പറഞ്ഞു പോയിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു. ഇത് നമ്മളെ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റ് പ്രേക്ഷകരിലേക്ക് അത് വർക്കൗട്ട് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഒരുപാട് പേടിയുണ്ട്. അങ്ങനെ അത്രയും പേടിച്ചിട്ട് കാര്യമില്ല. പടം പേടിച്ചു വിചാരിക്കും. പടം ഞാൻ പറഞ്ഞില്ല, പടം രസമുണ്ട്. പക്ഷേ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. BGM സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് തുടക്കം സ്റ്റാർട്ടിങ് തുടങ്ങി ഒടുക്കം വരെ ഭയങ്കര പേടിപ്പിക്കലാന്ന്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടെ ഭയപ്പെടുത്തൽ കുറയ്ക്കണം. മനസ്സിലായോ? എന്നിട്ട് പേടിക്കാൻ വേണ്ടിയിട്ടില്ല സിനിമ എടുക്കണേ. കാരണം നമുക്ക് അങ്ങനെ ഓൾറെഡി ഫുൾ ത്രൂ ഔട്ട് പേടിക്കലായിട്ടുള്ള ഒരു സിനിമ കാണാൻ ആൾക്കാർ പ്രേക്ഷകർ ഇരിക്കില്ല. ആൾക്കാർ വന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെയാണ്. അതായത് ത്രൂ ഔട്ട് ഹൊറർ ഇഷ്ടപ്പെടുന്ന, ഹൊറർ സിനിമ തന്നെ മോഹിച്ചു വരുന്ന ആൾക്കാർക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ പടം എങ്ങനെയുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ഈ ഭ്രമയുഗത്തിന്റെ മേളം നിൽക്കും പടം. ഭ്രമയുഗത്തിന്റെ മുകളിലൊന്നും നിൽക്കില്ല. അത് ഭ്രമയുഗം വേറൊരു റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഒരു 5 സ്റ്റാർ, 5 സ്റ്റാറിലൊക്കെ ഒരു 3, 4 ഒക്കെ ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. പ്രണവിനെ ഓർണ്ടല്ലേ? പ്രണവിന്റെ ആക്ടിങ്, പ്രണവ് അടിപൊളിയാണ്. അതായത് ഇനി ഒരു കളിയാക്കിയവർക്കൊക്കെ ഒരു മറുപടിയായി. ആ ലാലേട്ടൻ, ഞാൻ പറഞ്ഞ ലാലേട്ടന്റെ അടുത്ത ഒരു രാജാവിന്റെ മകൻ എന്ന് തന്നെ പറയാം. നമുക്ക് അഭിനയം കൊണ്ട് പ്രണവ് അടിപൊളിയാണ്. പ്രണവ് നല്ല സൂപ്പറായിട്ട് ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സിനിമ തന്നെയാണ്. മറ്റുള്ള സിനിമയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ ഇത്രയും ഹൊറർ വേണ്ട. ഹൊറർ സിനിമ ത്രൂ ഔട്ട് ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വന്നോ.